ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സഹാരി റേസ് പ്ലസിൻ്റെ മറ്റൊരു ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സീറോ സം ഗെയിമാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ മുൻ ക്ലാസ്സുകളിലൊക്കെ ഗെയിം തിയറിയെക്കുറിച്ച് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ പറഞ്ഞു, അതിൻ്റെ സ്ട്രാറ്റജീസ് ഓഫ് ഗെയിം പറഞ്ഞു. അപ്പോൾ അതിൽ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സീറോ സം ഗെയിം. സീറോ സം ഗെയിമാണ്. ഓക്കെ, നമുക്ക് പോയാലോ, ക്ലാസ്സിലേക്ക് പോയാലോ. എന്താണ് സീറോ സം ഗെയിം? അപ്പോൾ സീറോ സം ഗെയിം ഒക്കെ നമ്മൾ മിനിമാക്സ് സ്ട്രാറ്റജി പഠിച്ച സമയത്ത് അവിടെ സീറോ സം ഗെയിമിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുകയുണ്ടായി അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സീറോ സം ഗെയിം. നോക്കാം. ഇൻ എ ഡ്യുവോപ്പൊളി മാർക്കറ്റ്. ഡ്യുവോപ്പൊളി എന്ന് വെച്ചാൽ എന്താണ്? 2 ഫേംസ് മാത്രമുള്ളൊരു മാർക്കറ്റാണ് ഡ്യുവോപ്പൊളി മാർക്കറ്റ്. ഒളിഗോപ്പൊളിയുടെ എക്സെപ്ഷണൽ കേസസ് ആണ് എന്ന് പറയുന്നത് ഒരു മറ്റൊരു ഫീച്ചറാണ് ഡ്യുവോപ്പൊളി എന്ന് പറയുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു ഡ്യുവോപ്പൊളി മാർക്കറ്റ്, അതിനർത്ഥം എന്താണ്? 2 പ്ലേയേഴ്സേ ഉള്ളൂ, 2 ഫേംസേ ഉള്ളൂ എന്ന് ഓർക്കുക. അപ്പോൾ അതാണ് സീറോ സം ഗെയിമിലൂടെ നമ്മൾ പറയുന്നത്. 2 പ്ലെയർ സീറോ സം ഗെയിമാണ് നമ്മൾ പറയുന്നത്. 2 പ്ലെയേഴ്സ് സീറോ സം ഗെയിമാണ് പറയുന്നത്. 2 പ്ലെയേഴ്സേ ഉള്ളൂ. 2 പ്ലെയേഴ്സ് ദാറ്റ് മീൻസ്, അതുകൊണ്ടാണ് ഡ്യുവോപ്പൊളി എന്ന് പറഞ്ഞത്. ഡ്യുവോപ്പൊളി. അപ്പോൾ ഇൻ എ ഡ്യുവോപ്പൊളി മാർക്കറ്റ് ഈച്ച് ഡ്യുവോപ്പൊളിസ്റ്റ് അറ്റംപ്റ്റ്സ് ടു മാക്സിമൈസ് ഹിസ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റിനെ കുറിച്ചല്ല പറയുന്നത്, മാർക്കറ്റ് ഷെയർ കൂട്ടാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതാണ് സീറോ സം ഗെയിം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മാർക്കറ്റ് ഷെയർ വെച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ എ ഡ്യുവോപ്പൊളി മാർക്കറ്റ് ഈച്ച് ഡ്യുവോപ്പൊളിസ്റ്റ് അറ്റംപ്റ്റ്സ് ടു മാക്സിമൈസ് ഹിസ് മാർക്കറ്റ് ഷെയർ. ഓരോ ഡ്യുവോപ്പൊളിസ്റ്റും എന്ന് വെച്ചാൽ 2 ഫേംസ് ആണുള്ളത്, അതിൽ 2 പേരും അവരുടെ മാർക്കറ്റ് ഷെയർ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് മാർക്കറ്റിൽ അവരുടെ പ്രോഡക്ട്സിൻ്റെ ഷെയർ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇതാണ് ഇവർ ചെയ്യുന്നത്. ഗിവൺ ദിസ് ഗോൾ, ഈ ഗോൾ നിലനിൽക്കുമ്പോൾ, ഗിവൺ ദിസ് ഏതാണ് ഗോൾ? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ല, മാക്സിമൈസേഷൻ ഓഫ് മാർക്കറ്റ് ഷെയർ. ആ ഗോളിൽ വാട്ട് എവർ എ ഫേംസ് ഗെയിൻസ്, ഈ മാർക്കറ്റ് ഷെയറിൽ അപ്പോൾ കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടാൻ എന്ത് ചെയ്യുന്നു? ഫേം എ ശ്രമിക്കുന്നു. അതേപോലെ മാർക്കറ്റ് ഷെയർ കൂട്ടാൻ ആര് ശ്രമിക്കുന്നു? ഫേം ബി ശ്രമിക്കുന്നു. അതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. വാട്ട് എവർ എ ഫേം ഗെയിൻസ്, വാട്ട് എവർ എ ഫേം ഗെയിൻസ്, എന്താണോ ഒരു ഫേമിന്റെ ഗെയിൻസ്, ദാറ്റ് മീൻസ് ബൈ ഇൻക്രീസിങ് ഇറ്റ് ഷെയർ ഓഫ് മാർക്കറ്റ്. ഗെയിൻ എന്താണ്? ഇൻക്രീസിങ് ദ ഷെയർ ഓഫ് മാർക്കറ്റ്. മാർക്കറ്റ് ഷെയർ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അതാണ് അവരുടെ ഗെയിൻ. അപ്പോൾ വാട്ട് എവർ എ ഫേം ഗെയിൻസ് ദ അതർ ഫേം ലോസസ്. ഒരു ഫേമിന്റെ ഗെയിൻ എന്തായിരിക്കും? മറ്റൊരു ഫേമിന്റെ ലോസ് എന്താണ്? ബിക്കോസ് ദ ഡിക്രീസ് ഇൻ ഷെയർ, അവരുടെ ഷെയർ. അപ്പോൾ ഒരു ഫേം, ഇപ്പോൾ മാർക്കറ്റ് ഷെയർ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും അല്ലേ, ഫിക്സഡ് മാർക്കറ്റ് ഷെയറേ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ് ഷെയറിൽ ഒരു ഫേമിന്റെ എന്ത് കൂടുമ്പോൾ, ഒരു ഫേമിന്റെ ഗെയിൻ ഉണ്ടായാൽ, അതായത് ഒരു ഫേം കൂടുതൽ മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്താൽ മറ്റൊരു ഫേമിന് എന്തുണ്ടാകും? അവരുടെ മാർക്കറ്റ് ഷെയർ കുറയും. തീർച്ചയല്ലേ അത്? അപ്പോൾ എന്ത് ചെയ്യും? അത് മറ്റൊരു ഫേമിന്റെ ലോസ് ആണ്. അപ്പോൾ ഒരു ഫേമിന്റെ ഗെയിൻ മറ്റൊരു ഫേമിന്റെ ലോസ്. ഇതാണ് സീറോ സം ഗെയിം. ദസ് എനി ഗെയിൻ ഓഫ് വൺ റൈവൽ ഈസ് ഓഫ്സെറ്റ് ബൈ ദ ലോസ് ഓഫ് അനദർ. അതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ആ പോയിന്റ് ആയിരിക്കും ബേസ് ചെയ്ത് എക്സാമിന് ചോദിക്കുക. ദസ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എനി ഗെയിൻ ഓഫ് വൺ റൈവൽ, ഒരു റൈവലിന്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഗെയിൻ ഈസ് ഓഫ്സെറ്റ് ബൈ ദ ലോസ് ഓഫ് അതർ. ഈ ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്നു. എന്തിനാൽ ഓഫ്സെറ്റ് ചെയ്യപ്പെടുന്നു? എന്തിനാൽ ഇക്വേറ്റ് ചെയ്യപ്പെടുന്നു? ലോസ് ഓഫ് അതർ. ഒരാളുടെ ഗെയിൻ മറ്റൊരാളുടെ ലോസ് ആയിരിക്കും. ദ നെറ്റ് ഗെയിൻ ഈസ്, അതുകൊണ്ട് നമുക്ക് എന്താണ് നെറ്റ് ഗെയിൻ? അവിടുത്തെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? സം അപ്പ് ടു 0. അവിടുത്തെ നെറ്റ് ഗെയിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ദ നെറ്റ് ഗെയിൻ സം അപ്സ് ടു 0. ദാറ്റ് മീൻസ് ഒരാളുടെ നോക്ക് 5 ഒരാളുടെ ഗെയിൻ എന്ന് കരുതുക. ഒരാളുടെ ഗെയിൻ എന്താണ്? 5 ആണ്. അപ്പോൾ ഒരു ഫേമിന്റെ ഗെയിൻ 5 ആണെങ്കിൽ ഒരാൾ 5 ഗെയിൻ നേടുമ്പോൾ ഒരാളുടെ നേട്ടം 5 ആണ്. 5 യൂണിറ്റ് വർദ്ധിക്കുന്നു. അപ്പോൾ ഈ 5 യൂണിറ്റ് വർദ്ധിക്കുമ്പോൾ മറ്റാൾ എന്ത് ചെയ്യുന്നു? 5 യൂണിറ്റ് അവിടെ ലോസ് ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരാളുടെ ഗെയിൻ +5 ആണ്, മറ്റാളുടെ ഗെയിൻ എന്തായിരിക്കും? -5 ആണ്. മറ്റാളുടെ ആ ഗെയിൻ -5 എന്ന് വെച്ചാൽ ലോസ് എന്താണ്? -5 ആണ്. അപ്പോൾ ഒരാളുടെ ഗെയിൻ 5 ആണെന്ന് പറഞ്ഞാൽ അതേ 5 മറ്റൊരാൾക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ നെറ്റ് ഗെയിൻ ഇത് കൂട്ടിയാൽ മതി. +5 + -5 എന്ത് വരും? 0 അല്ലേ വരിക. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ദ നെറ്റ് ഗെയിൻ സം അപ്സ് ടു 0. നെറ്റ് ഗെയിൻ, ആ മാർക്കറ്റിലെ നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാവുമല്ലോ? അതുകൊണ്ടാണ് ഹെൻസ് ദ നെയിം സീറോ സം ഗെയിം. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? സീറോ സം ഗെയിം എന്ന് വിളിക്കുന്നത്. കാരണം നെറ്റ് ഗെയിൻ 0 ആകുന്നു. ഇവിടെ സീറോ സം ഗെയിം, ഒരാളുടെ ഗെയിൻ മറ്റൊരാളുടെ ലോസ് ആകുന്നു. മാത്രമല്ല നെറ്റ് ഗെയിൻ എടുത്ത് നോക്കിയാൽ അത് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഈ തിയറിക്ക് എന്തെന്ന് വിളിക്കുന്നത്? സീറോ സം ഗെയിം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതിൻ്റെ അസംഷൻസ് ആണ് ഈ തിയറിയുടെ അസംഷൻസ്. എ ഫേം ഹാവ് എ ഗിവൺ വെൽ ഡിഫൈൻഡ് ഗോൾ. അപ്പോൾ ഇതിൻ്റെ അസംഷൻ പറയുകയാണ് സീറോ സം ഗെയിം തിയറിയിലെ അസംഷൻസ്.
ദ ഫേം ഹാവ് എ ഗിവൺ വെൽ ഡിഫൈൻഡ് ഗോൾ. രണ്ട് ഫേംസേ ഉള്ളൂ, അവർക്ക് എന്താണ് വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരിക്കും. എന്താണ് ലക്ഷ്യം? ഹിയർ നമ്മൾ പറയുന്ന എക്സാമ്പിൾ മാക്സിമൈസേഷൻ ഓഫ് ദ മാർക്കറ്റ് ഷെയർ. മാർക്കറ്റ് ഷെയർ പല എക്സാമ്പിൾ വെച്ചിട്ട് പറയാം കേട്ടോ. ചില നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് റെഫർ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ആയിരിക്കും പറയുക. നമുക്ക് എന്തായാലും ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണിതെന്ന് ചോദിക്കുമ്പോൾ ആൻസർ എഴുതാൻ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ എഴുതാൻ പറ്റുക, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ദ ഫേം ഹാവ് എ ഗിവൺ വെൽ ഡിഫൈൻഡ് ഗോൾ, അതായത് ഫേമിന് എന്തുണ്ടാകും? വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടാകും. ഹിയർ ഇവിടുത്തെ ലക്ഷ്യം എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് ദ മാർക്കറ്റ് ഷെയർ, അതായത് മാർക്കറ്റ് ഷെയർ മാക്സിമൈസ് ചെയ്യുക. രണ്ട് ഫേമിനും മാക്സിമം, അതായത് ഉള്ള മാർക്കറ്റ് ഷെയറിൽ മാക്സിമം കണ്ടെത്തുക, അതാണ് ഇവരുടെ ലക്ഷ്യം. രണ്ടാമത്തെ അസംഷൻ നോക്ക്. ഈച്ച് ഫേം നോസ് ദ സ്ട്രാറ്റജീസ് ഓപ്പൺ ടു ഇറ്റ് ആൻഡ് ഇറ്റ്സ് റൈവൽ. ഓരോ ഫേമിനും അവർക്ക് ലഭ്യമായിട്ടുള്ള സ്ട്രാറ്റജീസും മാർക്കറ്റ് ഷെയർ അച്ചീവ് ചെയ്യാനുള്ള അവരുടെ സ്ട്രാറ്റജിയും അതുപോലെ റൈവലിന്റെ സ്ട്രാറ്റജി ഇവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഓരോ ഫേമിന് എന്ത് ചെയ്യാൻ സാധിക്കും? അവരുടെ സ്വന്തം സ്ട്രാറ്റജിയും അതുപോലെ റൈവൽ ഫേമിന്റെ സ്ട്രാറ്റജിയും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ രണ്ടുപേരുടെ സ്ട്രാറ്റജി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. മൂന്നാമത്തെ അസംഷൻ നോക്ക്. Each firm knows with the certainty the payoffs of all combinations of strategies being considered. Each firm knows, ഓരോ ഫേംസിനും അറിയാൻ സാധിക്കും എന്ത്? അവരവരുടെ സ്ട്രാറ്റജി, അവരുടെയും ഒപ്പോണന്റിന്റെ സ്ട്രാറ്റജിയും അറിയാവുന്നത് പോലെ വിത്ത് certainty ഉറപ്പായിട്ട് അവർക്ക് എന്തറിയാം? The payoffs of all combinations of the strategies being considered. അവർ കൺസിഡർ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജീസിന്റെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ ഒരു സ്ട്രാറ്റജി എടുക്കുമ്പോൾ ഏത് കൂടി പരിഗണിക്കണം? ബിയുടെ സ്ട്രാറ്റജി കൂടി പരിഗണിക്കണം. അപ്പോൾ അതിന്റെ കോമ്പിനേഷൻ പരിഗണിക്കുകയാണ്, സ്ട്രാറ്റജീസിന്റെ കോമ്പിനേഷൻ പരിഗണിക്കും. അങ്ങനെ സ്ട്രാറ്റജീസിന്റെ കോമ്പിനേഷൻ പരിഗണിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പേ ഓഫ്സ് എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് ഓരോ ഫേംസിനും അറിവുണ്ട്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ കൃത്യമായിട്ട് അവർക്ക് രണ്ടുപേർക്കും പേ ഓഫ് മെട്രിക്സ് അറിയാം. മനസ്സിലായില്ല? രണ്ട് ഫേമിന്റെയും പേ ഓഫ് മെട്രിക്സ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയാമെന്നുകൊണ്ട് ഇതിനെ സെർട്ടനിറ്റി മോഡൽ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന തിയറിക്ക് സീറോ സം ഗെയിമിന്റെ സെർട്ടനിറ്റി മോഡലാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. സെർട്ടൻ അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും? സെർട്ടനിറ്റി മോഡൽ എന്നാണ് പറയുന്നത്. സെർട്ടനിറ്റി മോഡൽ. അൺസെർട്ടനിറ്റി മോഡൽ വേറെയുണ്ട്. ഇത് നമ്മൾ സെർട്ടനിറ്റി മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി the actions chosen by the duopolist do not affect the total size of the market. ഇനി പറയാണ്, the action chosen by the duopolist എടുക്കുന്ന ആക്ഷൻസ് do not affect the total size of the market. മാർക്കറ്റിന്റെ ടോട്ടൽ സൈസിനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എയും ബിയും ഉണ്ട്. എ എടുക്കുന്ന ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി do not affect the ടോട്ടൽ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ ടോട്ടൽ സൈസ് ഓഫ് ദ മാർക്കറ്റ്. കാരണം ടോട്ടൽ സൈസ് ഓഫ് ദ മാർക്കറ്റ് ഫിക്സഡ് ആയിരിക്കും. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരും. കാരണം എന്താണ്? ടോട്ടൽ സൈസ് ഇപ്പോൾ 100 എന്ന് വെച്ചോ, ടോട്ടൽ മാർക്കറ്റ് സൈസ് 100 ആണ്. ഇതിൽ എയുടെ ഷെയർ 20 ആണെന്ന് കരുതുക. എയുടെ ഷെയർ 20 ആണെങ്കിൽ ബിയുടെ ഷെയർ എന്തായിരിക്കും? കൃത്യമായിട്ട് 80 ആയിരിക്കും. ഇനി എയുടെ ഷെയർ എത്രയായിട്ട് കൂടിയാൽ 30 ആയിട്ട് കൂടിയാൽ സ്വാഭാവികമായിട്ടും ബിയുടെ ഷെയർ എത്രയാകും? 70 ആയിട്ട് കുറയും. കാരണം ഇവിടെ 10 അവരുടെ ഗെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയാകും? 70 ആയിട്ട് കുറയും അല്ലേ? ഇവിടെ 10 കൂടി ഇവിടെ 10 കുറഞ്ഞു. കാരണം ഇവിടുത്തെ 10 ഗെയിൻ ആകുമ്പോൾ ഇവിടെ 10 ലോസ് ആണ്. അപ്പോൾ ഇവിടെ കൂട്ടുമ്പോഴും 100, ഇവിടെ എന്താണ്? 100 ആണ്. കാര്യം ഏത് സിറ്റുവേഷൻ വന്നാലും ടോട്ടൽ മാർക്കറ്റ് സൈസിൽ വ്യത്യാസം വരില്ല, മാർക്കറ്റ് ഷെയറിൽ വ്യത്യാസം വരില്ല. പക്ഷേ ഇതിനകത്ത് എയുടെയും ബിയുടെയും മാർക്കറ്റ് ഷെയറിൽ വ്യത്യാസം വരാം. കാരണം അതിന് സ്ട്രാറ്റജിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, ഇതാണ് അടുത്ത അസംഷൻ. അടുത്ത അസംഷൻ നോക്ക്. ഈച്ച് ഫേം ചൂസസ് ഇറ്റ്സ് സ്ട്രാറ്റജി എക്സ്പെക്ടിങ് ദ വർസ്റ്റ് ഫ്രം ഇറ്റ്സ് റൈവൽ. ഈച്ച് ഫേം ചൂസസ് ഇറ്റ്സ് സ്ട്രാറ്റജി. ഓരോ ഫേം അവരുടെ സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ്പെക്ടിങ് ദ വർസ്റ്റ് ഫ്രം ഇറ്റ്സ് റൈവൽ. റൈവലിൽ നിന്ന് ഏറ്റവും വർസ്റ്റ് ആയിട്ടുള്ള ഒരു പേ ഓഫ് തങ്ങൾക്ക് കിട്ടും എന്ന ഒരു കൺസിഡറേഷനിലാണ് ഓരോ ഫേമും എന്ത് ചെയ്യുന്നത്? സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എ എന്ന ഫേം ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്യുമ്പോൾ അവർ കൺസിഡർ ചെയ്യുന്നത് അവരുടെ മാക്സിമം പേ ഓഫ് കിട്ടാനല്ല. അവരെന്ത് ചെയ്യും? എന്ത് എക്സ്പെക്ട് ചെയ്യും? അവരുടെ ഒപ്പോണന്റ് ഫേം എന്ത് ചെയ്യും? അവർ ഏറ്റവും വർസ്റ്റ് ആയിട്ടുള്ളൊരു പേ ഓഫ് ആയിരിക്കും ഇവർക്ക് തരിക. അവരുടെ ആക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ എയും ബിയും രണ്ട് പ്ലെയേഴ്സ് ആണ്. എ ചിന്തിക്കുന്നതാണ് ബി ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്താൽ ആ ബെസ്റ്റ് ചൂസ് ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വർസ്റ്റ് ആയിരിക്കും. അവരുടെ ഗെയിൻ ഇവരുടെ ലോസ് അല്ലേ? അപ്പോൾ ഈ ബി എന്ന ഫേം ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്താൽ എപ്പോഴും അവർ ബെസ്റ്റ് ചൂസ് ചെയ്യാനായിരിക്കും ശ്രമിക്കുക. ഇവരുടെ എന്തായിരിക്കും? വർസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഈച്ച് ഫേം ചൂസസ് ഇറ്റ് സ്ട്രാറ്റജി എക്സ്പെക്ടിങ് ദ വാസ്റ്റ് ഫ്രം ഇറ്റ്സ് റൈവൽ. അവരുടെ റൈവലിൽ നിന്ന് ഏറ്റവും വാസ്റ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഓരോ ഫേമും സ്ട്രാറ്റജി മേക്ക് ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം സ്ട്രാറ്റജി മാത്രം നോക്കിയല്ല അവർ എന്ത് ചെയ്യുന്ന ഡിസിഷൻസ് എടുക്കുന്നത്. ദാറ്റ് ഈസ്
the rival will choose the best possible counter strategy open to him. അതുകൊണ്ട് എന്ത് ചെയ്യും? റൈവൽ വിൽ ചൂസ്, റൈവൽ എന്ത് ചെയ്യും? ചൂസ് ചെയ്യും ദ ബെസ്റ്റ് പോസിബിൾ കൗണ്ടർ സ്ട്രാറ്റജി, ഏറ്റവും മികച്ച കൗണ്ടർ സ്ട്രാറ്റജി, അയാൾക്ക് ലഭ്യമായ ഏറ്റവും മികച്ച കൗണ്ടർ സ്ട്രാറ്റജി ആയിരിക്കും ആരെടുക്കുക? റൈവൽ ഫേം എടുക്കുക. കാരണം എന്താണ്? അറിയാം, റൈവൽ ഫേമിന് അറിയാം തൻ്റെ ഒപ്പോണന്റ് തനിക്ക് ഏറ്റവും മോശം വരുന്ന രീതിയിൽ മാത്രമേ തൻ്റെ ഒപ്പോണന്റ് അയാൾ ഒരു സ്ട്രാറ്റജി എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പോസിബിൾ കൗണ്ടർ സ്ട്രാറ്റജി ആയിരിക്കും ആരെടുക്കുക? എപ്പോഴും ഒരു എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഒരു പ്ലെയർ എടുക്കുക. കാരണം അത്രയും നല്ലൊരു മികച്ച കൗണ്ടർ സ്ട്രാറ്റജി എടുത്തില്ലെങ്കിൽ കാര്യം എന്താണ്? അപ്പുറത്ത് നിൽക്കുന്ന ആള് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയായിരിക്കും തനിക്ക് തരാൻ പോകുന്നത്. കാരണം അയാൾ ഏറ്റവും വലിയ ഗെയിൻ ഉണ്ടാക്കിയാൽ തനിക്ക് ഏറ്റവും വലിയ ലോസ് ഉണ്ടാകും. അതുകൊണ്ട് ഇയാളുടെ കൗണ്ടർ സ്ട്രാറ്റജി ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ദിസ് ബിഹേവിയർ ഈസ് ഡിഫൈൻഡ് ആസ് റാഷണൽ. ഇതിനെ നമ്മൾ ഈ ബിഹേവിയറിനെ, ഈ പ്ലെയേഴ്സിന്റെ ഈ ബിഹേവിയറിനെ എന്താണ്? റാഷണൽ എന്ന് പറയും. കാരണം ഒരാൾ എടുക്കാൻ പോകും, തൻ്റെ ഒപ്പോണന്റ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ്, അതിനനുസരിച്ച് സ്ട്രാറ്റജീസിൽ ചേഞ്ച് വരുത്തുക. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ദ പ്ലെയേഴ്സ് ആർ റാഷണൽ ഇൻ സീറോ സം ഗെയിം. ഓക്കെ, ലാസ്റ്റ് അസംഷൻ ആണ്, ഇൻ സീറോ സം ഗെയിം ദർ ഈസ് നോ ഇൻസെന്റീവ് ഫോർ കൊല്യൂഷൻ. ദർ ഈസ് എന്തിനുള്ള ഇതില്ല, പോസിബിലിറ്റി ഇല്ല. ഇൻ സീറോ സം ഗെയിം ദർ ഈസ് നോ ഇൻസെന്റീവ് ഫോർ കൊല്യൂഷൻ. എന്തിനുള്ള? കൊല്യൂഷൻ ഉള്ള പോസിബിലിറ്റി ഇല്ല. കാര്യം കൊലൂഡ് ചെയ്യുന്നില്ല സീറോ സം ഗെയിമിൽ. ഇവിടെ എന്താണ്? ഒരു കൊല്യൂഷൻ നടക്കുന്നില്ല. മീൻസ് ഇവർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കത്തില്ല. രണ്ടുപേരും അവരെന്ത് ചെയ്യുന്നു? അവരുടെ സ്ട്രാറ്റജിയും ഒപ്പോണന്റ് സ്ട്രാറ്റജിയും പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇവർ രണ്ടും ഒരുമിച്ച് ചേർന്ന് ഒരു എഗ്രിമെന്റിന്റെ പുറത്ത് അവർ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. ഓക്കെ, കൊല്യൂഷൻ ഇല്ല സീറോ സം ഗെയിമിൽ. ഓക്കെ, ഇത്രയുമാണ് ഇതിന്റെ അസംഷൻസ് എന്ന് പറയാം. അപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനും അസംഷനും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇക്വിലിബ്രിയം സൊല്യൂഷൻ, അപ്പൊ നമുക്ക് വേണ്ടത് ഇക്വിലിബ്രിയം. ഈ രണ്ട് ഫേമും ഇങ്ങനെ സ്ട്രാറ്റജീസും കൗണ്ടർ സ്ട്രാറ്റജീസും ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ടൊരു ഇക്വിലിബ്രിയം പൊസിഷനിലെത്തും. അതാണ് അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ആ മാർക്കറ്റ് ഷെയറിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ ഇക്വിലിബ്രിയം സൊല്യൂഷൻ വി നീഡ് ഇൻഫർമേഷൻ ഓൺ ദ പേ ഓഫ് മെട്രിക്സ് ഓഫ് ദ ടു ഫേംസ്. അപ്പൊ നമുക്കൊരു ഇക്വിലിബ്രിയം, ഈ രണ്ട് ഫേംസിന്റെയും മാർക്കറ്റ് ഷെയർ എത്രയാണ്, എ എന്ന ഫേമും ബി എന്ന ഫേമും കണ്ടെത്തുന്ന മാർക്കറ്റ് ഷെയർ എത്രയാണ്, അവർ ഒരു ഒപ്റ്റിമം സിറ്റുവേഷനിൽ എത്തുമല്ലോ, അതാണ് അവരുടെ ഇക്വിലിബ്രിയം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു പേ ഓഫ് മെട്രിക്സ് ആവശ്യമുണ്ട്. രണ്ട് ഫേംസിന്റെയും എന്താവശ്യമാണ്? ഒരു പേ ഓഫ് മെട്രിക്സ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇൻ അവർ എക്സാമ്പിൾ ദ പേ ഓഫ് മെട്രിക്സ് വിൽ ബി ഷെയർസ് ഓഫ് ദ മാർക്കറ്റ് റിസൾട്ടിംഗ് ഫ്രം അഡോപ്ഷൻ ഓഫ് എനി ടു സ്ട്രാറ്റജീസ് ബൈ ദ റൈവൽസ്. നമ്മൾ പറയാൻ പോകുന്ന എക്സാമ്പിളില് പേ ഓഫ് മെട്രിക്സ് വിൽ ബി ഷെയർസ് ഓഫ് ദ മാർക്കറ്റ്. മാർക്കറ്റ് ഷെയർ വെച്ചിട്ടാണ് പേ ഓഫ് മെട്രിക്സ് നമ്മൾ പറയുന്നത്. മാർക്കറ്റ് ഷെയർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക? പേ ഓഫ് മെട്രിക്സ് നമ്മൾ പറയുന്നത്. ഇൻ അവർ എക്സാമ്പിൾ പേ ഓഫ് മെട്രിക്സ്, പേ ഓഫ്സ് വിൽ ബി ഷെയർസ് ഓഫ് മാർക്കറ്റ്. അല്ലാതെ പ്രോഫിറ്റ് വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്. എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? മാർക്കറ്റ് ഷെയർ വെച്ചിട്ടുള്ള പേ ഓഫ് ആണ് നമ്മൾ. മാർക്കറ്റ് ഷെയറിന്റെ പേ ഓഫ് ആണ്, അല്ലെങ്കിൽ പേ ഓഫ് എന്ന് പറയുന്ന മാർക്കറ്റ് ഷെയർ ആണ്. അത് വെച്ചിട്ടുള്ള മെട്രിക്സ് ആണ് നമ്മളിവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അസ്യൂം ദാറ്റ് ഫേം 1 ഹാസ് 4 സ്ട്രാറ്റജീസ്. നമ്മൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നു? ഫേം 1ന്, ഫസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഫേം 1ന് 4 സ്ട്രാറ്റജീസ് ഓപ്പൺ ടു ഇറ്റ് ആൻഡ് ഫേം 2 ഹാസ് 5 സ്ട്രാറ്റജീസ്. അപ്പോൾ നമ്മൾ ഈ പേ ഓഫ് മെട്രിക്സ് ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നു ഫേം എക്ക് എത്ര സ്ട്രാറ്റജീസ് ഉണ്ട്? 4 സ്ട്രാറ്റജീസ് അവർ ഫോളോ ചെയ്യുന്നു. അതായത് മാക്സിമം മാർക്കറ്റ് ഷെയർ കിട്ടാൻ വേണ്ടി 4 സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുന്നു. ഫേം 2ന് എത്ര? 5 സ്ട്രാറ്റജീസ് ആണ് ഉള്ളത്. ഓക്കെ, ദ പേ ഓഫ് മെട്രിസസ് ഓഫ് ദ ഡിവോപ്പൊളിസ്റ്റ് ആർ ഷോൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഇതാണ് പേ ഓഫ് മെട്രിക്സ് ഓഫ് ഫേം 1 എന്ന് പറയുന്നത്. ഫേം 1ന്റെ പേ ഓഫ് മെട്രിക്സ് എങ്ങോട്ട് നോക്കുകയാണ് നിങ്ങൾ? ഫേം 1 ഇവിടെ ഫേം 2ഉം കൊടുത്തിട്ടുണ്ട്, ഫേം 1ഉം ഉണ്ട്. ഫേം 1ന്റെ പേ ഓഫ് മെട്രിക്സ് ആണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇത് ഫേം 2ഉം കൂടെ കൊടുക്കാൻ കാര്യം തന്നെ. അപ്പോൾ ആർക്കെങ്കിലും സംശയം വരും, നമ്മൾ ഫേം 1ന്റെ അല്ലേ നമ്മളിവിടെ പറഞ്ഞത് സ്ട്രാറ്റജി, ഫേം 1ന്റെ സ്ട്രാറ്റജി, പിന്നെ ഫേം 2ഉം കൂടെ കൊടുക്കാൻ കാരണം എന്താണ്? ഫേം 1ന്റെ പേ ഓഫ് മെട്രിക്സ് കിട്ടിയാൽ അതിനകത്ത് ഏത് ഇൻക്ലൂഡഡ് ആണ്? ഫേം 2 ഇൻക്ലൂഡഡ് ആണ്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, ഫേം 1ന് കിട്ടുന്ന പേ ഓഫ്, ഫേം 1 എടുക്കുന്ന സ്ട്രാറ്റജീസ്, അവർക്ക് കിട്ടുന്ന പേ ഓഫ് എത്രയെന്ന് അറിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഫേം 2ന്റെ പറയാൻ പറ്റും. കാരണം ഫേം 2ന് ഒരു മാർക്കറ്റ് ഷെയർ ഇപ്പോൾ 100 ടോട്ടൽ മാർക്കറ്റ് ഷെയർ, അതിൽ 30 എയുടെ പിന്നെന്താണ് ഷെയർ എങ്കിൽ തീർച്ചയായും 70 ആയിരിക്കും ആരുടെ ഷെയർ? ബിയുടെ ഷെയർ. ഇപ്പോൾ മാർക്കറ്റ് ഷെയർ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞുകൂടെ? അതുകൊണ്ടാണ് ഫേം 2ഉം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് മെയിനായിട്ട് നോക്കുന്നത് ഫേം എയുടെയാണ്, നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫേം എയുടെ പേ ഓഫ് മെട്രിക്സ് ആണ്. ഇതെല്ലാം മാർക്കറ്റ് ഷെയർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫേം എയുടെ നോക്കുന്ന സ്ട്രാറ്റജി ഉണ്ടോ? ഫേം എയുടെ A1 സ്ട്രാറ്റജി, A2 സ്ട്രാറ്റജി, A3 സ്ട്രാറ്റജി, A4 സ്ട്രാറ്റജി. ഇപ്പം നിങ്ങൾ B1 B2 നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ.
അപ്പോൾ ഫേം A1 സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നു, A2 സ്ട്രാറ്റജി, അവർക്ക് 4 സ്ട്രാറ്റജി അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് അവരുടെ ഒപ്റ്റിമം പേ ഓഫ് കിട്ടുന്നത് എന്നാണ് അറിയേണ്ടത്. അതായത് മാക്സിമം അവരെ സംബന്ധിച്ച് ഈ 4 സ്ട്രാറ്റജിയിൽ ഇവർക്ക് മാക്സിമം ഷെയർ, മാർക്കറ്റ് ഷെയർ കൊടുക്കുന്ന സ്ട്രാറ്റജി ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുപോലെ ബിയെ സംബന്ധിച്ച് എന്ത് ചെയ്തു, B1, B2, B3, B4 കോളം വൈസ് ആണ് നോക്കുന്നത്. ബിയെ സംബന്ധിച്ച് കോളം വൈസ്. അത് ഫേം 2നെ സംബന്ധിച്ച് B1, B2, B3, B4, B5 ഇതാണ് അവരുടെ സ്ട്രാറ്റജീസ്. ഇതിനകത്ത് മാക്സിമം മാർക്കറ്റ് ഷെയർ കിട്ടുന്നതാണ് അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക് 4 സ്ട്രാറ്റജീസ് A1, A2, A3, A4. അവർക്ക് കിട്ടുന്ന മാർക്കറ്റ് ഷെയർ ആണ് A1 സ്ട്രാറ്റജി ആണെങ്കിൽ 0.10, 0.20, 0.15, 0.30, 0.25 കണ്ടോ, ഇവിടെ 0.40. ഇങ്ങനെ ഓരോ മാർക്കറ്റ് ഷെയർ ആണ് ഇവർക്ക് കിട്ടുക. ഇത് എന്തിനനുസരിച്ചാണ് കിട്ടുന്നത്? മറ്റൊരു സ്ട്രാറ്റജി B1ന്റെ സ്ട്രാറ്റജിയും കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഫേം 1 എന്ത് A1 സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നു, ഫേം 2 B1 സ്ട്രാറ്റജി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്നത്, എക്ക് കിട്ടുന്നത് 0.10 ആണ്. ഫസ്റ്റിന് കിട്ടുന്നത് 0.10 ആണ് അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു, ഫേം 1 A1 സ്ട്രാറ്റജിയും ഫേം 2 B2 സ്ട്രാറ്റജിയും സെലക്ട് ചെയ്താൽ ഫേം 1ന് കിട്ടുക മാർക്കറ്റ് ഷെയർ 0.20 ആണ്. 0.20 മനസ്സിലായില്ലേ? ഇനി ഫേം 1 A1 സ്ട്രാറ്റജിയും ഫേം 2 B3 സ്ട്രാറ്റജിയും ചൂസ് ചെയ്താൽ ഇവർക്ക് കിട്ടുന്ന മാർക്കറ്റ് ഷെയർ 0.15 ആണ്. ഇങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റോ വൈസ് നോക്കിയാൽ മതി. A1ന്റെ കിട്ടാൻ വേണ്ടി, ഫേം 1ന്റെ കിട്ടാൻ വേണ്ടി റോ വൈസ് നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഫേം 1ന്റെ സ്ട്രാറ്റജി. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, ഇവിടെ A1 സ്ട്രാറ്റജി യൂസ് ചെയ്തപ്പോൾ അവർക്ക് ഫേം 1ന് 0.10 ആണ് ഇവരുടെ ഷെയർ എങ്കിൽ ഫേം 1ന്റെ ഷെയർ ആണ് ഈ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി 0.90 ആണ് ആരുടെ മാർക്കറ്റ് ഷെയർ? ഫേം 2ന്റെ മാർക്കറ്റ് ഷെയർ. ഫേം 2ന്റെ മാർക്കറ്റ് ഷെയർ എത്രയായിരിക്കും? ഫേം 2ന്റെ 0.90 ആണ്. കാരണം 1 വരണമല്ലോ, കൂട്ടുമ്പോൾ മാർക്കറ്റ് ഷെയർ ഫിക്സഡ് ആണ്. ഇത് കൂട്ടുമ്പോൾ 1 വരണം. മാർക്കറ്റ് ഷെയർ എപ്പോഴും എന്താണ്? ഫിക്സഡ് ആയിരിക്കും, 1 ആയിരിക്കും. ടോട്ടൽ മാർക്കറ്റ് ഷെയർ 1 ആണ്. അപ്പോൾ അതിൽ A1 സ്ട്രാറ്റജി യൂസ് ചെയ്താൽ, ഫേം 1 A1 സ്ട്രാറ്റജി യൂസ് ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്ന മാർക്കറ്റ് ഷെയർ 0.10 ആണെന്ന് നമുക്ക് പേ ഓഫ് മെട്രിക്സിൽ അറിയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ബാക്കി അതിനകത്തുള്ളത് എന്താണ്? 1 - 0.10 0.90 ആണ് ആരുടെ മാർക്കറ്റ് ഷെയർ? ഫേം 2ന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് A2 സ്ട്രാറ്റജി, ഫേം 1 A2 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ അവരുടെ മാർക്കറ്റ് ഷെയർ 0.40 ആണ്. 0.40. അങ്ങനെ 0.40 യൂസ് ചെയ്യുമ്പോൾ കണ്ടോ, അപ്പോൾ 0.40 ആണ് ഫേം 1ന്റെ മാർക്കറ്റ് ഷെയർ എങ്കിൽ ബാക്കി എത്രയുണ്ട് അതിനകത്ത്? പറഞ്ഞേ, 0.60 ആയിരിക്കും ഫേം ബിയുടെ മാർക്കറ്റ് ഷെയർ. അപ്പോൾ ഒരു ഫേമിന്റെ മാർക്കറ്റ് ഷെയർ അറിയാമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി മറ്റൊരു ഫേമിന്റെ മാർക്കറ്റ് ഷെയർ അതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫേം 1ന്റെ പേ ഓഫ് മെട്രിക്സ്. ഇനി ഫേം 2ന്റെ പേ ഓഫ് മെട്രിക്സ് നോക്ക്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ താഴോട്ടാണ് നോക്കേണ്ടത്. കണ്ടോ, കോളം വൈസ് ആണ് നോക്കേണ്ടത്. അവർക്ക് എത്ര സ്ട്രാറ്റജി ഉണ്ട്? ഫേം എക്ക് 4 സ്ട്രാറ്റജി, ഇവർക്ക് 5 സ്ട്രാറ്റജി ഉണ്ട്. കണ്ടോ, 5 സ്ട്രാറ്റജിയാണ് ഉള്ളത്. B1, B2, B3, B4, B5 ഫേം 2ന്റെ സ്ട്രാറ്റജീസ് ആണ്. കണ്ടോ, ഇവിടെ ഫേം B1 നേരത്തെ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ടേബിളിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഫേം 1 A1 സ്ട്രാറ്റജി യൂസ് ചെയ്തപ്പോൾ 0.10 ആയിരുന്നു മാർക്കറ്റ് ഷെയർ. ഇവിടെ കണ്ടോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് B1 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ വരിക? 0.90 ആണ്. B1 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ ഫേം 2ന് കിട്ടുന്ന മാർക്കറ്റ് ഷെയർ എത്രയാണ്? എത്ര വരും? 0.90. അതിന് കാരണം എന്താണ്? 0.90 കിട്ടാൻ കാരണം എന്താണ്ടേ? 0.10 ആണ് ആൾറെഡി ആരുടെ മാർക്കറ്റ് ഷെയർ? ഫേം 1ന്റെ മാർക്കറ്റ് ഷെയർ. ഇനി ഇവിടെ കണ്ടോ, ഫേം 2 B2 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ 0.80 ആണ് ഇവരുടെ മാർക്കറ്റ് ഷെയർ. അതിന് കാരണം എന്താണ്? കണ്ടോ, ഇവിടെ എന്താണ്? 0.20 അല്ലായിരുന്നു. A1 സ്ട്രാറ്റജിയിൽ ഇവരുടെ എന്തായിരുന്നു? 0.20 ആയിരുന്നു ഇവരുടെ മാർക്കറ്റ് ഷെയർ. അപ്പോൾ ബാക്കി 0.20 കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 0.80. അതേ സെല്ലിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സെല്ലാണ് ഏതെന്ന് പറയുന്നത്? ദാ ഇവിടെ രണ്ടാമത്തെ സെല്ലല്ലേ ഇത് വരുന്നത്. അതായത് രണ്ടാമത്തെ കോളത്തിൽ ആദ്യത്തെ സെല്ല്, അത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ വരുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറത്ത് ഈ സെല്ലാണ് വരിക. അപ്പോൾ ഇവിടെ 0.80. അപ്പോൾ അതിനർത്ഥം ഒരു പേ ഓഫ് മെട്രിക്സ് ഉണ്ടെങ്കിൽ അടുത്തത് ആവശ്യമില്ല യഥാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അടുത്ത ഇവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഈ ഫേം 1ന്റെ പേ ഓഫ് മെട്രിക്സിൽ തന്നെ ഏത് ഇൻക്ലൂഡഡ് ആണ്? ഫേം 2ന്റെ പേ ഓഫ് മെട്രിക്സ് ഇൻക്ലൂഡ് ആണ്. കാരണം ഇവിടെ നോക്ക്, 0.50 A2 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ, ഫേം 1 A2 സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോൾ 0.50 ആണ് ഇവരുടെ പേ ഓഫ് എന്ന് പറയുന്നത്. ഫേം 1ന്റെ പേ ഓഫ്. അങ്ങനെയാണെങ്കിൽ ഫേം 2ന്റെ പേ ഓഫ്, ഫേം ബിയുടെ പേ ഓഫ് എത്രയായിരിക്കും? അല്ലെങ്കിൽ ഫേം 2ന്റെ പേ ഓഫ് എത്രയായിരിക്കും?
0.50 തന്നെയാണ്, കാരണം നേരെ പകുതി വരും. ഇവിടെ 0.50 നേരെ പകുതി വരും. അപ്പോൾ ഇതിനകത്ത് എന്ത് ഇൻക്ലൂഡഡ് ആണ്? ഫേം 2ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ അല്ലാതെ ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അല്ലാതെ സെപ്പറേറ്റ് നമ്മൾ പറയാതെ രണ്ടായിട്ടൊന്ന് കാണിച്ചിരിക്കുന്നു. ഓക്കെ, 2 പേ ഓഫ് മെട്രിക്സ്. ഇപ്പോൾ ഈ 2 പേ ഓഫ് മെട്രിക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഓരോ സെല്ലിൻ്റെ വാല്യൂ എന്ത് വരും? 1 വരും. കാരണം ഇങ്ങനെ ഷെയർ വീതിച്ച് കൊടുത്തിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.